വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചി രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന മഹാരാജ രാമവർമ്മ ശക്തൻ തമ്പുരാൻ തന്റെ സൈനികരുടെ ശക്തി പ്രകടിപ്പിക്കുവാനായിട്ട് ഒരു കലാരൂപം ആവിഷ്കരിച്ചു. ശിവന്റെ പുണ്യനഗരമായ തൃശ്ശിവപേരൂരിലെ പുലികെട്ടിക്കളി. ഓണത്തിന്റെ 4ാം നാൾ വടക്കുന്നാഥന്റെ മുന്നിൽ സ്വരാജ് റൗണ്ടിൽ അരങ്ങേറുന്ന വർണ്ണാഭമായ കലാരൂപത്തെ കാലക്രമേണ പുലിക്കളി എന്ന് വിളിച്ചു. തൃശ്ശൂരിന്റെ സ്വന്തം പുലിക്കളി. വിവിധ ദേശങ്ങളിൽ നിന്നും പുലിയുടെ വേഷം കെട്ടി വടക്കുന്നാഥന്റെ മുന്നിൽ വരുന്ന കലാകാരന്മാർ അവിടെയുള്ള നടുവിലാൽ ഗണപതിക്ക് മുമ്പിൽ തേങ്ങ ഉടച്ച ശേഷം ഉടുക്കിന്റെയും തകലിന്റെയും താളത്തിനനുസരിച്ച് നൃത്തവും ഘോഷയാത്രയും ആരംഭിക്കും. അവരുടെ കൂട്ടത്തിൽ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളും രൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരത്തും. പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇത് കേവലമായ ഒരു ആഘോഷമല്ല, അവരുടെ കലയോടുള്ള അഭിനിവേശവും സാംസ്കാരിക പൈതൃകവും ഐക്യവും വിളിച്ചോതുന്ന ഒരു മഹോത്സവമാണ്. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. എല്ലാവർക്കും തൃശ്ശൂർ പുലികളിയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. പെയിന്റ് എന്തൊക്കെയാ മിക്സ് ചെയ്യുന്നത്? പെയിന്റ്, വാർണിഷ്, പിന്നെ റെഡ് ഓക്സൈഡ്. ഇത് ഓയിൽ പെയിന്റ് എന്ന് പറയുന്നത് എന്താ? ഓയിൽ പെയിന്റ്, ഇനാമിൽ പെയിന്റ് തന്നെയാണ് ഈ ഓയിൽ പെയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഗൊറില്ല പൗഡറിൽ വാർണിഷ് മിക്സ് ചെയ്തിട്ട് അമ്മി മരയ്ക്കും. അമ്മി മരച്ചാൽ അത് നല്ല കുഴമ്പ് രൂപത്തിലാവും. അതാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കാലത്ത് നമ്മളൊരു 5 മണി തൊട്ട് വരയ്ക്കാനാണ്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹെയർ മുഴുവൻ റിമൂവ് ചെയ്തിട്ട് അത് വേണം വരയ്ക്കാം. അത് ഇന്ന് വൈകിട്ട് ചെയ്യും നമ്മൾ. ചേട്ടാ എത്ര വർഷമായി പുലി കേട്ടാൻ തുടങ്ങിയിട്ട്? ഒരു 10-25 കൊല്ലം. അത്രയ്ക്ക് തൃശ്ശൂർ ചുറ്റുവട്ടത്ത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഉള്ളിൽ പെട്ട 9 സ്ഥലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓരോ ടീമിലും 51 പുലി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി എല്ലാ ഈ വേഷം ഇടുന്നവർക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. 2 മാസം മുൻപ് തന്നെ പുലികളായിട്ടുണ്ടായിരുന്നു. ഇത് കരിമ്പുലി എന്ന് പറഞ്ഞ ടീമിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നയിക്കുന്ന കളിയാണ്. ആ കരിമ്പുലിയാണ് ടീമിനെ നയിക്കുക. പുലികളിക്ക് മുന്നോടിയായിട്ട് ഇതിൻ്റെ ഒരുക്കങ്ങൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടി കേട്ടോ. അതായത് ഈ കാണുന്ന മുഖം മൂടി മുതൽ ഇവരുടെ ദേഹത്ത് വരയ്ക്കുന്ന കാര്യങ്ങൾ വരെ വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഇവരുടെ ഏറ്റവും പുതിയൊരു ഐറ്റമാണ്. എന്തോ ഒരു മെറ്റാലിക് പെയിൻ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. 3 മാസം എടുക്കും ഇങ്ങനെ ഒരു സാധനം ചെയ്തെടുക്കാൻ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ. മനോജ് ആക്ച്വലി കാട്ടിൽ മാത്രമേ പുലിയെ കണ്ടിട്ടുള്ളൂ, നാട്ടിലുള്ള പുലിയെ കണ്ടിട്ടില്ല. നാട്ടിലത്തെ പുലിയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് നമ്മള് തൃശ്ശൂർ അല്ലടാ. ഞാൻ തൃശ്ശൂർക്കാരനാണെങ്കിൽ ഞാൻ ഇതുവരെ പുലി കളിക്കാൻ വന്നിട്ടില്ല. ഇതൊന്നും ആരോടും പറയല്ല കേട്ടോ. മീറ്റ് മിസ്റ്റർ ഐ സത്യം. Came all the way from north. Only to witness this പുലിക്കളി. അപ്പം പെയിൻറ്റ് മിക്സ് ചെയ്തു. പിന്നെ ബാക്കി ഇവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ ഇവർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് എന്താണ് നാളത്തേക്ക് പെയിൻറ്റ് ചെയ്യാൻ, അതായത് പുലിയായിട്ട് വരുന്നവരല്ലേ, അവരുടെ ബോഡിയിലത്തെ രോമങ്ങളൊക്കെ ഷേവ് ചെയ്യുന്നൊരു പരിപാടി വൈകിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ അവർ തന്നെ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ കണ്ട ആർട്ടിസ്റ്റില്ലേ പുള്ളി വന്നിട്ട് ഇവരുടെ ദേഹത്ത് ചായം വെച്ചുള്ള പരിപാടി കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇറങ്ങുകയായി. അവിടെയാണ് പരിപാടി. നമ്മൾ വൈകിട്ടത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ട് നല്ലൊരു സൺസെറ്റ് കിട്ടിയായിരുന്നേ. നല്ല മേഘങ്ങളൊക്കെ ഓടി കളിക്കുന്നത് തൃശ്ശൂരിൻ്റെ ഒരു കിടിലൻ സൺസെറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ വിയൂരിനോട് വിട പറഞ്ഞ് റൗണ്ടിനടുത്തെടുത്ത റൂമിൽ പോയി താമസിച്ചു. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണ്ണീറ്റിട്ട് വിയൂർ തന്നെ വന്നേക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ആ ഒരുങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, വരയ്ക്കുന്ന പരിപാടി, ഇതൊക്കെ കുറേ സ്ട്രഗിളുള്ള പരിപാടി. അതായത് ദേഹത്ത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കൈ താക്കാൻ പറ്റത്തില്ല. അത് കൈ ഇങ്ങനെ 2 കമ്പിൽ കുത്തിയിട്ട് ഇവരൊരു 3-4 മണിക്കൂർ അങ്ങനെ നിൽക്കും. ഫുഡൊക്കെ ആൾക്കാർ വാരി കൊടുക്കുന്നു. ബാത്റൂമിലൊക്കെ പോകണതൊക്കെ ഭയങ്കര സീനാണ്. അപ്പോൾ അത്രയും കഷ്ടതകൾ സഹിച്ചിട്ടാണ് ഇവർ തട്ടകത്തിൽ ഇറങ്ങുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനൊരു കംപ്ലീറ്റ് ഡെഡിക്കേഷനിൽ ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി കയറും കേട്ടോ. പുലിക്കളിയുടെ ചരിത്രം എന്നല്ലേ, പട്ടാള റോഡുണ്ട് തൃശ്ശൂർ. പട്ടാള റൂട്ടിൽ പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് അവിടുത്തെ പട്ടാളക്കാർ ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചായം വേഷം കെട്ടി കളിച്ചിരുന്ന ഒരു സംവിധാനം മാറി മാറി വന്ന് നമ്മുടെ നാട്ടുകാരത് മാറി അല്ല ഓരോ കൊല്ലം ചെയ്ത്
പിന്നെ ഓരോ കൊല്ലം ഓരോ വെറൈറ്റികളായി. ഇപ്പോൾ മത്സരമൊക്കെ ആയി, ഇപ്പോൾ കോർപ്പറേഷൻ ഏറ്റെടുത്തു, സംസ്ഥാന സർക്കാരും ഇപ്പോൾ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ 3 ലക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ ടീമിനും. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മത്സരത്തിന് കാഠിന്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നീ അങ്ങനെ സങ്കടപ്പെടില്ലേ? നീ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന യൂട്യൂബറാണ് മല്ലു ഡ്രോൺ ട്രാവൽ. കേരളത്തിൽ നീ കഴിഞ്ഞിട്ട് വേറെ ആരുമില്ല. CK വിനീത് സെലിബ്രിറ്റി ആയതുകൊണ്ട് അദ്ദേഹത്തിന് മാസ്ക് ഒക്കെ ഇട്ട് നടക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എൻ്റെ ശ്വാസം പ്രൊട്ടക്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 9 ദേശങ്ങളിലായിട്ട് ഒരു ദേശത്ത് നിന്ന് 51 പുലികൾ വീതം 451 പുലികൾ മിനിമം ഉണ്ടാകും ഈ പരിപാടിക്ക്. അപ്പം നമ്മളിപ്പോൾ വന്നത് വിയൂരാണല്ലോ. അങ്ങനെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. വേറെ ഏതോ ഒരു സ്ഥലത്ത് നല്ല ഫ്രെയിംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അങ്ങോട്ടേക്ക് പോവാണ്. സ്ഥലത്തിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയത്തില്ല. പുലി പേടിപ്പിച്ചോ? പേടിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം വിയൂരിൽ നിന്ന് നായിക്കനാൽ എന്ന സ്ഥലത്ത് അവിടുത്തെ സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, എന്തോ വെറൈറ്റി ആയിട്ടുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗൂഗിൾ ദാസ് കേസ് അവിടെ നിൽപ്പുണ്ട്. സത്യം ഈസ് ഓൾസോ ദേർ വിത്ത് അസ്. അപ്പോൾ നമുക്ക് പോവാം. ഇതിനെ പോവാം. എന്താ ചൂടല്ലേ ഇത്, കെട്ടിട്ട് ഇവർ ഈ ചൂടത്ത് വേണ്ടേ തുള്ളാൻ? അതും ടാറിട്ട റോഡിൽ. ഓ, ചെരുപ്പുണ്ടാവില്ല മറ്റേ മരത്തിൻ്റെ ചില ആൾക്കാർക്ക് ചെരുപ്പ്. ഓ, എല്ലാവർക്കും ഇല്ല. അവിടെ എത്തുമ്പോൾ ചെരുപ്പ് വീഴണം. എവിടെ? അമ്പലത്തിന് അവിടെ എത്തുമ്പോൾ ചെരുപ്പിട്ട് കളിക്കാൻ പാടില്ല. ഓ, സീൻ. ഗണപതിന് മുമ്പിൽ തേങ്ങ ഉടയ്ക്കുമ്പോൾ ചെരുപ്പിട്ടിട്ട് ചെയ്യാൻ പാടില്ല. ഓ, അയ്യോ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കൊള്ളൂലോ. പക്ഷെ അപ്പോഴേക്കും ഒന്ന് വെയിൽ ഇതാവും. 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്താനും കാര്യങ്ങൾക്കും. കുട്ടിപ്പുള്ളിയുടെ പേരെന്നാ? ഇലാന. ഇടിക്കാണല്ലോ. ഇതേതാ കുട്ടിപ്പുലി? കുട്ടിപ്പുലി. കേട്ടോ കുറേ ആളായി കേട്ടോ പറഞ്ഞിട്ട്. എത്ര വർഷമായി? ഞാൻ 82 തൊട്ട് വേഷം തുടങ്ങിയതാ. 82? അയ്യോ, ഞാനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്. അപ്പോൾ എത്ര വയസ്സ് തുടങ്ങി? 10 പഠിക്കുമ്പോൾ. 10 പഠിക്കുമ്പോൾ എല്ലാ വർഷവും കിട്ടാറുണ്ട്? എല്ലാ വർഷം. ഇതൊക്കെ ഒരു വികാരമല്ലേ? ആ സമയമാകുമ്പോൾ അറിയാണ്ട് ഇവിടെ എത്തിപ്പോകും. ഇതിപ്പോൾ എത്ര നേരമായി വരച്ചിട്ട്? കാലത്ത് 7:30 വെക്കണതാ. 7:30. 7:30. എത്ര മണിക്കൂർ എടുക്കും ഉണങ്ങണമെങ്കിൽ? ഉണങ്ങിയിട്ടില്ല എപ്പോഴും. കുറച്ച് ഉണങ്ങാണ്ട് അങ്ങനെ നിൽക്കണമല്ലേ? അല്ലെങ്കിൽ മടക്കി കഴിഞ്ഞാൽ പെയിൻ്റൊക്കെ പോകും. ഇതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല? ഒരു നമുക്കൊരു ശീല, കാരണം പിന്നെ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യമായിട്ടൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, നമ്മളപ്പം വിയൂരിൽ നിന്ന് നായിക്കനാൽ എത്തിയിട്ടുണ്ട്. നിറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് കേട്ടോ. ക്യാമറ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരെ ഇവിടെ. ഇത് നൈസ് ഒരു വൈബുള്ളൊരു സ്കൂളാണ്. പുലിയേക്കാൾ ശരിക്കും ഞാൻ ഇപ്പോൾ പറയാൻ വരുവാ. 50 പുലിയും 100 ഫോട്ടോഗ്രാഫേഴ്സാ. ഇവിടെ ഒരു ഡെഡിക്കേഷൻ സംഭവിക്കണം അല്ലേ? ഇത്ര നേരം ഇങ്ങനെ നിൽക്കും. അത് ഈ വെയിലത്തെ കമ്പ് മുത്തി ഇങ്ങനെ നിൽക്കണ്ടേ? എത്ര വർഷമായി? 3 സ്കൂളിൽ പഠിത്തം നിർത്താൻ തുടങ്ങിയതാണ്. 3 സ്കൂളിൽ പഠിത്തം നിർത്തിയിട്ട് 67 വയസ്സ്. എൻ്റെ അമ്മോ, ഇപ്പൊ പുലികളി ഉള്ള കാലം തൊട്ടുണ്ട്. നമ്മുടെ കളി കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക്. അരമണിട്ടുള്ള കളി കാണുമ്പോൾ ശേഷം ഗോതയെ കാണാം അല്ലേ? അവൻ അനുഗ്രഹമുള്ള മക്കളാ. പൂരങ്ങളും ഉത്സവങ്ങളും ഒന്നും അധികം കാണാറില്ലാത്ത എന്നോട് ഗോകുൽദാസ് എപ്പോഴും പറയും, തൃശ്ശൂർക്ക് വായോ, വന്ന് കണ്ടാലേ മനസ്സിലാവുമെന്ന്. ഇപ്പോൾ ഈ നിമിഷത്തിൽ എനിക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. തൃശ്ശൂരുകാർക്ക് അവരുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഒരു വികാരമാണ്, ഭ്രാന്തമായ ഒരു വികാരം. അതിൽ പ്രായപരിധി പോലും കാണാൻ സാധിക്കില്ല. ഇതിൽ നമ്മളിൽ ചിലരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പുലിയുടെ വേഷങ്ങൾ കെട്ടുന്നവരുണ്ട്. സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി അല്ലാത്ത എന്തോ ഒന്ന് ഇതിലൊക്കെ കാണാനും പറ്റും. നായ്ക്കനാലിൽ നിന്നും ഇറങ്ങി വീണ്ടും പല സ്ഥലങ്ങളിലേക്ക് പോയി. മുഖംമൂടിയിലും വരയിലുമൊക്കെ സാദൃശ്യമുണ്ടെങ്കിലും തങ്ങളുടെ ടീം മികച്ചതാക്കാനുള്ള പൊടിക്കൈകളൊക്കെ എല്ലാ ടീമും ചെയ്യാറുണ്ട്. അത് പലപ്പോഴും രഹസ്യമാക്കിയാവും അവർ വെക്കാറ്. പല നിറത്തിലും വലിപ്പത്തിലുമുള്ള പുലികളെ നമുക്കവിടെ കാണാൻ പറ്റും.
അതിലെല്ലാം കറങ്ങി നടന്നിട്ട് തിരിച്ച് വിയൂർ തന്നെ എത്തി കേട്ടോ. കുറേ സ്ഥലത്ത് ഒരുക്കങ്ങളൊക്കെ എത്തി. സോ ഇവിടെ ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. മറ്റേ ചെണ്ടയും കാര്യങ്ങളൊക്കെ ടെസ്റ്റും പരിപാടിയൊക്കെയാണ്. ഈ പുലികളെല്ലാം കൂടെ നമ്മുടെ ലോറിയിൽ കയറിയിട്ടാണ് പോകുന്നത്. 2-3 ലോറി ഉണ്ട്. ഭയങ്കര സ്പീഡിലുള്ള പരിപാടിയാണ്. നമ്മൾ അവിടുന്ന് വിയൂരിൽ നമ്മൾ വന്നല്ലോ. വന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ചെണ്ടയൊക്കെ കൊട്ടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് പുലികളെല്ലാം പുറത്തിറക്കിയിട്ട് ലോറിയുണ്ട്, ഓപ്പൺ ലോറിയിൽ കയറ്റിയിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, റൗണ്ടിന് അങ്ങോട്ടേക്ക്. അപ്പം 2-3 ലോറിയിൽ പുലികളെ കയറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയൊക്കെ അങ്ങോട്ട് എത്താൻ വേണ്ടിയുള്ള വെത്തപ്പാടില്ല. കാര്യം ഫുള്ളി ക്ലോസ്ഡ് ആയതുകൊണ്ട് വണ്ടി ഓട്ടോ കാര്യങ്ങളൊന്നും റൗണ്ടിലോട്ട് കയറ്റി വിടത്തില്ല. അപ്പം നമുക്ക് 2 വീലറുണ്ട്. 2 വീലർ എങ്ങനെയും വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. വാ ഗൈസ്, കമോൺ ഗൈസ്, വാ ചാടിക്കറു. അറിയാം അവർക്കറിയാം. പോട്ടെ എന്നാൽ അവരെ പുറകെ വിട്, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുള്ളൂടാ. രോഹിത് ആക്ച്വലി എന്നാന്ന് വെച്ചാൽ ഒട്ടും സമയമില്ല. ഓടി അതിനകത്ത് കയറിയില്ലെങ്കിൽ ഇവർ വരുന്നതൊക്കെ നമുക്ക് മിസ്സാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ കിടന്നുകൊണ്ട് പരാക്രമം കാണിക്കുന്നത് കേട്ടോ. തുടങ്ങല്ലേ? പിന്നല്ല പെട്ടെന്ന് നമുക്ക് വ്യൂറിന്റെ പാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് നടുക്ക് നിൽക്കാം കേട്ടോ. പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കയറിൻ്റെ അകത്താണ് ഓരോ ടീം. ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ ആയിട്ടും കൂടെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ സൈഡിൽ നിൽക്കുമ്പോഴത്തേനും ജഡ്ജസിന് കാണാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ ഇത് മെയിനായിട്ടും എനിക്ക് പുലികളി തോന്നിയിട്ടുള്ള ഒരു താളം കേട്ടോ. ആ താളത്തിനനുസരിച്ചിട്ട് പുറത്തുനിന്ന് മേളക്കാരെ കൊട്ടുന്നതനുസരിച്ചിട്ട് ഇവിടെ ഒരു കാല് വെച്ചിട്ടുള്ള പരിപാടി, പിന്നെ മെയിനായിട്ട് വയറ് വെച്ചിട്ടുള്ളൊരു പരിപാടി. അതാണ് ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ളത് തോന്നിയിരിക്കുന്നത് കേട്ടോ. റൗണ്ടിലെത്തി ഗണപതിയുടെ മുമ്പിൽ തേങ്ങ ഉടച്ച ശേഷം പരിപാടികൾ തുടങ്ങും. ടാബ്ലോ വേഷങ്ങൾ ഉൾപ്പെടുത്തിയ വലിയൊരു വാഹനത്തിന് മുമ്പിലായി മേളക്കാരും അവർക്ക് മുമ്പിലായി പുലികളും. ഓരോ ദേശത്തെ ടീമുകൾ പല വഴിക്ക് വന്ന് റൗണ്ടിൽ പ്രവേശിക്കും. വൈകുന്നേരം 5 മണിയൊക്കെ കഴിയുമ്പം എല്ലാ ദേശക്കാരും റൗണ്ടിലെത്തും. അപ്പോൾ എവിടെ നിന്നറിയത്തില്ല, അവിടെ നിറയെ ആളുകളാവും. മേളവും താളവും ഒക്കെ കൊഴുക്കും. അതിൻ്റെ കൂടെ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളും കൂടെ ആകുമ്പോൾ ആ കാഴ്ചയ്ക്ക് 10 മാറ്റാണ്. പുലിയുടെ വേഷം കെട്ടിയവരുടെ ആവേശത്തിന് പുറമെ കാണികളുടെ ആവേശവും കാണേണ്ടത് തന്നെയാണ്. അതിൽ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഉണ്ട്. തൃശ്ശൂരിൻ്റെ നാഗരികതയ്ക്ക് തുടക്കം കുറിച്ച, പൂരത്തിനും പുലികളിക്കുമൊക്കെ തുടക്കം കുറിച്ച ശക്തൻ തമ്പുരാനെ ഓർക്കാതെ ആർക്കും ഈ വടക്കുന്നാഥൻ്റെ മണ്ണിൽ നിന്ന് തിരിച്ചു പോകാൻ സാധിക്കില്ല. പുലി കളിച്ചിങ്ങനെ വരുമ്പോഴത്തേന് 2-3 മാർക്കിംഗ് പോയിന്റുകളുണ്ട്. അവിടെ ഇങ്ങനെ ജൂരിയൊക്കെ ഇരുന്നിട്ട് ഇവരുടെ പെർഫോമൻസിനെ അനലൈസ് ചെയ്തിട്ട് ഒരു മാർക്കൊക്കെ ഇടും. അതിൽ മറ്റേ CMS എന്ന് പറയുന്നൊരു സ്കൂളുണ്ട്. അതിൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഇവിടെ മെയിൻ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. അവിടെയാണ് എന്താ കൂടുതൽ ആൾക്കാരൊക്കെ കൂടി നിന്ന് കുറേ മീഡിയാസൊക്കെ വന്ന് അപ്പോൾ അതിനെ അളക്കുന്നൊരു പരിപാടിയൊക്കെ അവിടെയാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് നമ്മളിവിടുന്ന് സ്ഥലം വിടുകയാണ്. ഈ വർഷത്തെ പുലികളി ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ. ഇതുവരെ കാണാൻ സാധിക്കാത്ത തൃശ്ശൂർ പൂരം ഇനിയെങ്കിലും കാണണമെന്ന തോന്നൽ ഈ പുലികളിലൂടെ എനിക്കുണ്ടായി. ഇനി നമുക്ക് പൂരത്തിന് കാണാം.